അങ്ങനെ സയ്യാറ മൂവി ഉണ്ട് കേട്ടോ. ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ ബോളിവുഡിൽ. 10 പൈസയ്ക്ക് പടം കൊള്ളത്തില്ല, 10 പൈസയ്ക്ക്. മോഹിത് സൂര്യാണ് ഇതിന്റെ ഡയറക്ടർ. ആവാരാപ്പനൊക്കെ ചെയ്ത ആളാണ്. എന്നാ മൂഞ്ച പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. നിങ്ങൾ സയ്യാറ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള ആക്ടറിനെ കാണുമ്പോൾ, അതായത് അതിന്റെ മെയിൻ നടനെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റോക്ക് സ്റ്റാർ, അർജുൻ റെഡ്ഡി, പിന്നെ മലയാളത്തിലെ തന്മാത്ര, ഈ സ്റ്റോറിയിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലൊരു മൂഞ്ചിയ പടം. പക്ഷെ എന്നാ ഹൈപ്പാണ് ബോളിവുഡുകാർ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ ആക്ട്രസ് കാണാൻ അത്യാവശ്യം നല്ല തരക്കേടില്ല, ഷി വാസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ആക്ടിങ് വൈസ് ആണെങ്കിലും സ്റ്റോറി ലൈൻ ആണെങ്കിലും വേസ്റ്റ്. അത്രയും തരം താഴ്ന്നു പോയി ബോളിവുഡിൽ നിന്ന് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. നല്ലൊരു കണ്ടന്റ് കിട്ടുന്നില്ല. 10-20 വയസ്സുള്ള മുംബൈയിലുള്ള ഒരു ചപ്രി ക്രൗഡിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് 10 വയസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഈ പടത്തിന് 5-1 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. മ്യൂസിക് ആണെങ്കിലും ഒരു വെറൈറ്റി മ്യൂസിക് ആയിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. നല്ല പാട്ടുകളൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. മുംബൈ കമല്ലു ഫ്രം ദമാം.